മുതലപ്പുഴയിൽ വീണ്ടും അപകടമുണ്ടായൊരു വാർത്തയാണ്. ശക്തമായ തിരയിൽ വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി ഏബ്രഹാമാണ് മരിച്ചത്. 3 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. പുലിമുട്ടിലേക്ക് വള്ളം ഇടിച്ചു കയറിയുണ്ടായ മറ്റൊരു അപകടത്തിൽ കടലിൽ വീണ മത്സ്യത്തൊഴിലാളി നീന്തി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. റിനു സീധർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റിനു സീധർ, ഇപ്പോൾ 3 പേരെ രക്ഷപ്പെടുത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. മുതലപ്പുഴയിൽ തുടർച്ചയായിട്ടുണ്ടാകുന്ന അപകടങ്ങളുടെ മറ്റൊരു തുടർച്ചയാണ്, ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ നമുക്ക് സ്ഥലത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്, റിനു? അരുൺകുമാർ, ഇന്ന് പുലർച്ചെ 6 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഇന്നലെ മത്സ്യബന്ധനത്തിന് പോയി ഇന്ന് പുലർച്ചയോടുകൂടി മടങ്ങിയെത്തിയ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. 2 അപകടങ്ങളാണ് തുടർച്ചയായി ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഔദ്യോഗികമായി പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ആദ്യ വള്ളത്തിലെത്തിയത് 3 പേരാണ്. അവർ ഈ തിരമാല മുറിച്ച് പൊഴി മുറിച്ച് അകത്തേക്ക് കടക്കുന്ന ആ സമയത്ത് ശക്തമായ തിരയിൽപ്പെട്ടാണ് ഈ വള്ളം അപകടത്തിൽ പെടുന്നത്. തുടർന്ന് ഈ വള്ളത്തിലുണ്ടായിരുന്ന 3 പേരും കടലിലേക്ക് വീഴുന്നൊരു സാഹചര്യം. അതിൽ 3 പേരെയും രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് അഞ്ചുതെങ്ങ് സ്വദേശി അബ്രഹാം മരണപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതോടുകൂടി ഏകദേശം 74 പേർ മുതലപ്പുഴയിൽ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അനൗദ്യോഗികമായിട്ടുള്ള കണക്ക്. കൃത്യമായിട്ടുള്ള ഒരു കണക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ല എന്നുള്ളതാണ്. എന്തായാലും അശാസ്ത്രീയമായിട്ടുള്ള പുലിമുട്ട് നിർമ്മാണമാണ് ഇവിടുത്തെ ഈ ഒരു അപകടത്തിന് കാരണം എന്നുള്ളത് തന്നെയാണ് മത്സ്യത്തൊഴിലാളികളും പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളി ഞങ്ങളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇന്ന് രാവിലെ സംഭവിച്ചത്? വള്ളം ഇന്നലെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. അതാണ് നമ്മൾ കടലിലോട്ട് പോയത്. തിരിച്ച് വന്നപ്പോൾ അന്തരീക്ഷം മോശമായിരുന്നു. ഒരു തിരയ്ക്ക് ഫ്രണ്ടിൽ വള്ളം ഓടിയിറങ്ങി ഒരു കായൽ വെള്ളം നല്ല വലിയായിരുന്നു, ഉള്ളിലോട്ട് പോകുന്നു. അപ്പോൾ വള്ളം നമ്മളെ എൻജിനിലിരിക്കുന്ന ആൾക്കാർക്ക് കൺട്രോൾ കിട്ടിയില്ല. വള്ളം കുത്തി മറിഞ്ഞു, ഒരാൾ മരിച്ചു. ഇതാണ് നമുക്കുള്ള വിവരം. നമ്മൾ കണ്ടുനിന്ന വ്യക്തികൾ എല്ലാവരും ഉണ്ട്. അഞ്ചുതെങ്ങിലുള്ള ആൾക്കാരെല്ലാം ഫുൾ ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ തന്നെ അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചെന്ന് പറയുമ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയ ആൾക്കാരും അവിടത്തിൽ പെട്ടു. അത് ആ വള്ളത്തിലുള്ള ഒരു 3 പേര് രക്ഷപ്പെടുത്തി. എന്തായാലും ഒരാളിൻ്റെ ജീവൻ പോയി. ഇതാണ് നമുക്കറിയാനുള്ളത്. പിന്നെ ഗവൺമെൻറ് ഭാഗത്ത് നമുക്കൊരു തീരുമാനം വരണം. ഇതുവരെയും വന്നിട്ടില്ല. 74 ആൾക്കാർ ഈ അഴിമുഖത്ത് മരിച്ചിട്ടുണ്ട്. പിന്നെ ആൾക്കാർ ഒരു ജീവൻ കളയാൻ വേണ്ടി ഈ മത്സ്യത്തൊഴിലാളി ആർക്കും പറ്റത്തില്ല. ഇത് നമുക്കൊരു റിപ്പോർട്ട് തരണം. ഇവരൊരു റിപ്പോർട്ട് തരും. ഇവിടെ എന്താണെന്ന് ഇത് അടുത്ത മാസം ചെയ്യാം, അടുത്ത വർഷം ചെയ്യാം. ഇതുവരെയും ഒരു കാര്യം ചെയ്തിട്ടില്ല ഇവിടെ. അരുൺകുമാർ, 164 കോടി രൂപയുടെ പദ്ധതിയാണ് സർക്കാർ മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ അത് ഒരു രീതിയിലും ഒരു ഇടപെടൽ അല്ലെങ്കിൽ അതിനൊരു പ്രാരംഭഘട്ടം പോലും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതെല്ലാം തന്നെ ഇവിടുത്തെ ജനത പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ ഇനിയെങ്കിലും കുരുതി കൊടുക്കരുത് എന്നുള്ളതാണ് ഇവർ പറഞ്ഞു. എന്തായാലും സൂചിപ്പിച്ചതുപോലെ 164 കോടി രൂപയുടെ പ്രോജക്റ്റ്, ആ പ്രോജക്റ്റ് മുതലപ്പുഴയിൽ തപ്പിയ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. 74 മനുഷ്യജീവനുകളാണ് പൊലിഞ്ഞത് എന്നാണ് മത്സ്യത്തൊഴിലാളി പറയുന്നത്. ഇനിയും ജീവനുകൾ കടലിൽ ഹോമിക്കാനില്ല മത്സ്യത്തൊഴിലാളികൾക്ക് എന്നുള്ളത് സർക്കാരിന്റെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തുന്നു. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് റിനു സീധറാണ്. നമ്മളുടെ റിപ്പോർട്ടർ സംഘത്തിൽ ഏറ്റവും ഒടുവിലെത്തിച്ചേർന്നിരിക്കുന്ന പോരാളിയാണ് റിനു.